ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 22-ാമത് വാക്യം. അവന്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക, അവന്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന വചനമാണ്. ദൈവവചനം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യത നൽകുന്നു എന്നോർപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത് വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനും ആത്മാവിനും സന്ധിമജ്ഞകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലുമ്പോൾ മനുഷ്യന്റെ സമസ്ത മണ്ഡലങ്ങളിലും ആ ദൈവവചനത്തിൻ്റെ പരിവർത്തനം സംഭവിക്കപ്പെടുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37-ാമത് വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് മനുഷ്യന് പാപബോധമുണ്ടാക്കുന്നത്. ആ വചനം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹൃദയത്തിനകത്ത് കുത്തുകൊള്ളുകയും അനുതപിക്കുന്നതിനും ഏറ്റുപറയുന്നതിനും കുറ്റബോധത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനും ദൈവവചന കേൾവി കാരണമാക്കി തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 32-ാമത് വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം ആഴമായ പ്രതിസന്ധികളുടെ നടുവിൽ കേൾക്കുമ്പോൾ അതവനെ കത്തിക്കുകയും ആഴമായ ആത്മധൈര്യത്തിലേക്കും നന്മയിലേക്കും വിടുതലുകളിലേക്കും അവനെ നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആഴമായി പരീക്ഷാ ഘട്ടങ്ങളിൽ നാം കേട്ടിട്ടുള്ള ദൈവത്തിൻ്റെ വചനം ആ പരീക്ഷാഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നു എന്നും ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ അത് സ്വാധീനിക്കുന്നു എന്നും കുറ്റങ്ങൾ തെറ്റുകൾ അത് പാപബോധമായി ഉളവാക്കുന്നു എന്നും കഷ്ടതയുടെ നടുവിൽ നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്നു എന്നും പരീക്ഷാഘട്ടങ്ങളിൽ നമ്മുടെ നിലനിൽപ്പിന് അത് ഉതകുന്നു എന്നും നാം മനസ്സിലാക്കണമെന്ന് ഈ വാക്കുകൾ ഓർപ്പിക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി സംഗ്രഹിക്കുവാനും അത് നമുക്ക് നന്മയും അനുഗ്രഹവുമായി തീരുവാനും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയും
ആ ദൈവത്തിൻ്റെ വചനം സംഗ്രഹിക്കുകയും ചെയ്യുന്നവരായി തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ദൈവത്തിൻ്റെ വചനത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാൻ കഴിയുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ദൈവം സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.